ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സന്നിധിയിൽ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ അവിടുത്തെ അപരിമേയമായ കൃപ, സ്നേഹം നമ്മൾ ഓരോരുത്തരിലേക്കും ചുരിഞ്ഞുകൊണ്ടിരുന്ന നിമിഷങ്ങളോട് നമ്മൾ കടന്നുപോയത് നന്ദിയോടെ ആയിരിക്കാം. അവിടുത്തെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തമ്പുരാന്റെ സന്നിധിയിൽ ഒരു മണിക്കൂർ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് തമ്പുരാന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, കൃപകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുവാനായിട്ട് ആഗ്രഹിക്കാം. തമ്പുരാന് നമ്മുടെ ജീവിതത്തിലെ നമ്മെക്കുറിച്ചൊക്കെ ഓരോ പദ്ധതികളുണ്ട്. ആ വലിയ പദ്ധതികളെ ഓർന്ന് നന്ദിയോടെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാം. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ തിരുവചനങ്ങള്, അവിടുത്തെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും വലിയ മാറ്റം വരുത്തുവാനുമായിട്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ശാന്തമായിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ചെറിയ ചിന്തകൾ ഈശോയുടെ സ്നേഹത്താൽ നമുക്കൊരോരുത്തർക്കും അത് പരസ്പരം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയച്ചൻ പറഞ്ഞതുപോലെ ഉപഭോഗ സംസ്കാരത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ഡിസ്പോസിബിൾ സിസ്റ്റം, ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഇന്ന് എങ്ങനെയും 4 കാശ് സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി മനുഷ്യൻ പരക്കം പായുക. അവൻ സ്വന്തമായിട്ട് പദ്ധതികൾ രൂപം കൊടുത്തുകൊണ്ട് സ്വന്തമായ വഴികളിലൂടെ നീങ്ങി സമ്പാദിക്കാനായിട്ട് തുനിയുകയാണ്. എന്നാൽ നമുക്കറിയാം, ഇത്തരത്തില് സ്വന്തം കഴിവിൽ അഹങ്കരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് നേടുവാനായി കടന്നു പോകുന്ന ധാരാളം മക്കളുടെ ജീവിതത്തിൽ പരാജയങ്ങള്, കഷ്ടതകൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ താൻ രൂപം കൊടുക്കുന്ന പദ്ധതിയിൽ ദൈവത്തിന്റെ ഹിതം അത് അന്വേഷിക്കുവാനായിട്ട് മനുഷ്യൻ തുനിയാതെ പോകുന്ന വലിയ ഒരവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറി ഓടി കിതച്ച് കഷ്ടപ്പെട്ട അവസാനം കഷ്ടതയുടെ അഗാധങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യന് നിരാശയാണ് ബാക്കി. ആ നിമിഷങ്ങളിൽ അവൻ ദൈവത്തെങ്കിലേക്ക് ഒന്ന് നോക്കും, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും. എന്നാൽ അവന്റെ പ്രാർത്ഥനയില് ദൈവത്തിന്റെ ഹിതമനുസരിച്ചല്ല അവന്റെ നിയോഗങ്ങള്, ദൈവിക പദ്ധതി അനുസരിച്ചല്ല അവന്റെ പ്രാർത്ഥന. അവൻ വിഭാവനം ചെയ്ത പദ്ധതിക്കനുസരിച്ച് ദൈവത്തിനെ അവന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന മനുഷ്യന്റെ ഒരു ദുരവസ്ഥ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഇവൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഇവൻ ആഗ്രഹിക്കുന്നത് പോലെ ഇവന്റെ നിയോഗങ്ങൾ പൂവണിയുന്നില്ല. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു, എന്നാൽ മറുപടി ലഭിക്കുന്നില്ല. അവസാനം ഇവൻ നിരാശയിലേക്ക് കടന്നു വരുന്നു. അവൻ അവസാനം പറയും ദൈവമില്ല എന്ന് പോലും. എന്നാൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 5:14, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് അറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഹിതത്തിനനുസരിച്ച് നാം ചോദിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ലഭിക്കുമെന്ന് നമ്മുടെ ഉറപ്പാണ്.
എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ പദ്ധതിക്കനുസരിച്ച് ദൈവത്തെ നമ്മുടെ വഴിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ നിയോഗങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കില്ല, നമ്മുടെ പദ്ധതികൾ പൂവണിയുകയില്ല. ആദ്യമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും അവനെ തേടുന്നവർക്ക് അവൻ നന്മകൾ നൽകുമെന്നും വിശ്വസിക്കണം. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നാം ഓരോരുത്തരും തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ എത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു തമ്പുരാൻ നമ്മുടെ മധ്യേ ഉണ്ടെന്ന്. ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, 2 അതിലധികമോ ആളുകൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ഇതാ സത്യ ദൈവം എന്റെ മധ്യേ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇത്രയും ആൾക്കാര് ദൈവസ്നേഹത്തില് വിശ്വാസത്തോടു കൂടി അവിടുത്തെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നപ്പോൾ സത്യമായും കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അവൻ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെ അവൻ വിവേചിച്ചറിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. 8-ാം അധ്യായത്തില് ഈശോ തന്റെ ശിഷ്യന്മാരോട് തന്റെ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ഒത്തിരിയേറെ പീഡകൾ സഹിക്കും, എല്ലാവരാലും അവഗണിക്കപ്പെടും, അവൻ കുരിശിൽ തറയ്ക്കപ്പെടും, മരിക്കും, ഉദ്ധാനം ചെയ്യും എന്ന് വ്യക്തമായിട്ട് ഈശോ പറയുക. അപ്പോൾ പത്രോസ് അവന് ഈശോയെല്ലാം മാറ്റി നിർത്തി. ആൾക്കാരുടെ ഇടയിൽ നിന്ന്, മറ്റു ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്രകാരം ഈശോയോട് പറഞ്ഞു, ഗുരു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഗുരു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, തന്റെ ഗുരുവിനോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞതെന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ തിരിഞ്ഞു പറയുകയാണ്, സാത്താനെ, നീ എന്നിൽ നകന്നു പോകും. പ്രിയ ശിഷ്യനോട് പറയുക, സാത്താനെ, നീ എന്നിൽ നകന്നു പോകും, നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ് എന്ന്. പ്രിയമുള്ളവർ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചിന്തകളെല്ലാം ദൈവികമായിരിക്കണമെന്നില്ല, നമ്മുടെ പദ്ധതികളെല്ലാം ദൈവഹിതമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ചില പദ്ധതികള്, ചില ചിന്തകള്, ചില നിയോഗങ്ങളൊക്കെ സാത്താന്റെ പദ്ധതികളുമാകാം. അപ്പോൾ ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെടുമ്പോൾ ഒളിച്ചോടാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഇവിടെയാണ് ഈശോയുടെ പിതാവിനോടുള്ള അനുസരണം പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത്. ഗത്സമേൻ പ്രാർത്ഥനയില് ഈശോയും പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്, എന്റെ നിയോഗങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങയ്ക്ക് സാധ്യമാണ്. എന്നാൽ അവിടുത്തെ പദ്ധതിയാണോ ഇത്? വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഈശോ വീണ്ടും പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ മാറിപ്പോകട്ടെ, എന്നാൽ എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. 3 വട്ടം പ്രാർത്ഥിച്ചു. അവസാനം പിതാവിന് അവിടുത്തെ ഹിതം നിറവേറുവാനായി തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന പുത്രൻ. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സന്നദ്ധിയിൽ നമ്മൾ കടന്നു വന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വീണ്ടും 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 പ്രാർത്ഥിച്ചു. നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നില്ല, നമ്മൾ നിരാശപ്പെടുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, എന്തേ കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചില്ലേ, എന്തേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ ചോദിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട ബ്രദർ കുമ്പാറ ബേബിച്ചേട്ടൻ എഴുതി സംഗീതം നൽകിയ 4 ലൈൻ നൽകിയ പാട്ടിൽ നിന്നൊരു 4 ലൈൻ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടാം. പലനാൾ പ്രാർത്ഥിച്ചു ഫലമില്ലാതെ ഞാൻ ദൈവമേ നിന്നോട് ചോദിച്ചു. പലനാൾ പ്രാർത്ഥിച്ചു ഫലമില്ലാതെ ഞാൻ ദൈവമേ നിന്നോട് ചോദിച്ചു. എൻ ദുരിതം എന്തേ തീരാത്തു, എൻ വേദന എന്തേ
മാറാത്തു എൻ മുറിവുണക്കുവാൻ കൂട്ടാക്കാതെ നീ എന്തേ ദൈവമേ മറഞ്ഞിരിപ്പൂ. പല നാൾ പ്രാർത്ഥിച്ചു ഫലമില്ലാതെ ഞാൻ ദൈവമേ നിന്നോട് ചോദിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരിച്ചു പറയണം, ഈശോയെ, നിന്റെ ഹിതത്തിനനുസൃതമായിട്ടല്ല ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചത്, അതുകൊണ്ടായിരിക്കാമല്ലേ നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് പറയാം ഈശോയോട്. ഈശോയുടെ പദ്ധതി അനുസരിച്ച്, നമ്മളെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി അനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ യൂദാസിനെ കാണുന്നുണ്ട്. തമ്പുരാന്റെ പദ്ധതിയെക്കുറിച്ച് യൂദാസിന് അറിയില്ലായിരുന്നു എന്നുള്ള അസത്യം. യൂദാസിന് ഈശോയെ ഇഷ്ടമൊക്കെ ആയിരിക്കും. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാത്തത് കൊണ്ട്, തന്റെ ഗുരുവിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യൂദാസിന് തെറ്റുപറ്റിയത്. അത്ഭുതങ്ങൾ ചെയ്യുന്ന, രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് യൂദാസ് യേശുവിൽ കണ്ടെത്തിയത്. എന്നാൽ സർവ്വ ആത്മാക്കളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവിന്റെ പുത്രനെ കുറിച്ച് യൂദാസിന് അറിയില്ലായിരുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തമ്പുരാന്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ സാധിക്കാതെ കൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ നമ്മുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുക. ഇവിടെ നമുക്കറിയാം, അന്ത്യത്താഴ സമയത്ത് ഒരേ അപ്പത്തിൽ നിന്ന് പങ്കിട്ട് ഭക്ഷിച്ച യൂദാസിന്റെ അവസ്ഥ. അവനിതാ 30 കാശിനു വേണ്ടിയിട്ട് തനിത്തങ്കമായ ക്രിസ്തുവിനെ വിൽക്കുകയാണ്. വചനത്തെ വിറ്റ് കാശാക്കുകയാണ് അവൻ. എന്നാൽ ബാക്കിയുള്ള ശിഷ്യന്മാരോ എന്ത് ചെയ്തു? വചനം കൊടുത്ത് ആത്മാക്കളെ നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റ് അപ്പോസ്തലന്മാര് ഈശോയെ നൽകിക്കൊണ്ട് അനേക ആത്മാക്കളെ നേടിയപ്പോൾ, നമ്മളെ ഓരോരുത്തരും നേടിയപ്പോൾ, ഇതാ യൂദാസ് തനി തങ്കത്തെ കൊടുത്തുകൊണ്ട്, വചനത്തെ കൊടുത്തുകൊണ്ട് അവൻ വെള്ളി നാണയം വാങ്ങി. വിഡ്ഢിയായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ നമ്മൾ ചെയ്യുന്നു പോകുന്നില്ലേ എന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഇതാ ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകുന്ന ഈശോയുടെ ചിത്രം. ഇതാ കുരിശിൽ കിടക്കുന്ന ഈശോ. മറ്റുള്ളവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ സത്യമായിട്ടും ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്കുകയെന്ന്. അവിടെ അവരുടെ വെല്ലുവിളിക്ക് മുമ്പിൽ ഈശോ പരാജയപ്പെടുകയല്ല. കുരിശിൽ നിന്നിറങ്ങി വന്ന് ദൈവത്തിന്റെ പിതാവിന്റെ പുത്രനാണ് ഞാനെന്ന് ഈശോ പറയുകയല്ല ചെയ്തത്. പിതാവിന്റെ പദ്ധതിയോട് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട്, ഇതാ ഈ സ്നേഹപിതാവിന്റെ മകനാണ് ഞാനെന്ന് ഈശോ വ്യക്തമാക്കിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള പിതാവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന കർത്താവ് നമ്മളെ പ്രതി എല്ലാം ക്ഷമിച്ചു, എല്ലാം സഹിച്ചു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ തമ്പുരാന്റെ പദ്ധതിക്ക് വിധേയമായി കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ രക്ഷയുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ദൈവം തെരഞ്ഞെടുക്കുന്ന നമ്മളെ ആയിരിക്കാം. മറ്റുള്ള സഹോദരങ്ങളൊക്കെ ഈ ലോകത്തിന്റെ വഴിയിൽ ചരിക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ അവരൊക്കെ ഒരുപക്ഷെ സന്തോഷിച്ച് തിമിർത്തുല്ലസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഒന്ന് കാണണം, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്, എന്റെ തലമുറയുടെ രക്ഷയ്ക്ക് ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ പദ്ധതി ഞാൻ സഹിക്കാനാണെങ്കിൽ ആ പദ്ധതിയോട് ചേർന്ന് ക്രിസ്തുവിനോട് കൂടി സഹിക്കാനുള്ള കൃപ, ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും പ്രിയമുള്ളവരെ, നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ പൂർവ്വ യോസേപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ സഹോദരങ്ങളാല് അവരുടെ അസൂയ കൊണ്ട് ഇതാ പൂർവ്വ യോസേപ്പിനെ വിൽക്കപ്പെടുന്ന അവസ്ഥ. അങ്ങനെ അടിമയായിട്ട് വസിക്കുന്ന യോസേപ്പ്. എന്നാൽ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ജോസഫ് ഈജിപ്തിൽ അധിപതിയായി മാറുന്നു. വലിയ ക്ഷാമമുണ്ടാകുന്നു. തന്റെ സഹോദരങ്ങള് ധാന്യത്തിനായിട്ട് ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ തന്റെ സഹോദരനുണ്ടെന്നോ ഒന്നും അവരറിയുന്നില്ല. എന്നാൽ പരസ്പരം തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ സഹോദരങ്ങൾ ഭയപ്പെടുകയാണ്. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതിനെ ഓർത്ത്
നിങ്ങൾ ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന്. ഹല്ലേലൂയ. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരും ദുഃഖിക്കരുത്, ഭയപ്പെടരുത് എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവരാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാകാം, വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാലും നമ്മൾ ചിന്തിക്കണമേ, തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുന്ന കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. എന്റെ ജീവിതം കൊണ്ട്, എന്റെ സഹനം കൊണ്ട് അനേകരുടെ വിടുതലിനായിട്ട് ദൈവം പരിണമിപ്പിക്കുമെന്ന് വിശ്വസിക്കണം. നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തമ്പുരാൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതെ, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് നല്ല പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് ലോകം മുഴുവന്റെയും രക്ഷയിലാക്കിക്കൊണ്ട് ദൈവം കാത്തിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ സഹനങ്ങളില്, നമ്മുടെ വേദനകളില് നമ്മെ ഉപേക്ഷിച്ചു പോകാതെ നമ്മോട് ചേർന്നിരിക്കുന്ന കർത്താവാണ്. ഒരിക്കലും കൈവിടാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന് വചനം പറയുന്നു. അപ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന, നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഒരു നിമിഷം ചിന്തിക്കാം, ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങള് തമ്പുരാന്റെ ഹിതത്തിനനുസൃതമാണോ? ഇനി തമ്പുരാന്റെ ഹിതത്തിനനുസൃതം ഞാൻ സഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവമേ അപ്രകാരം സംഭവിക്കട്ടെ, ഇതാ നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ട് തമ്പുരാൻ സമർപ്പിച്ചുകൊണ്ട് നന്ദിപൂർവമായിരിക്കാം.